അസ്സലാമു അലൈക്കും. പിന്നെ ഒരാളെ കബറിൽ മറ ചെയ്ത് കഴിഞ്ഞാൽ വേറൊരാളെ കബറിൽ മറയണമെന്നുണ്ടെങ്കിൽ അതായത് പല ആൾക്കാർക്കും പല സംശയമുണ്ട്, എത്ര കൊല്ലാണ് എന്താന്നുള്ളത്. അപ്പൊ അങ്ങനൊന്നുമില്ല. അതായത് ആ കബറിന്റെ ഉള്ളിലെ എല്ലുകളൊക്കെ ദ്രവിക്കുന്നത് വരെ, അതാണ് അതിന്റെ സമയം. അതായത് എന്താ പറയാ, ദ്രവിച്ച് മണ്ണോട് മണ്ണാകണവരാണ് സമയം. എന്നാലാണ് എന്താക്കാൻ പറ്റുള്ളൂ, വേറൊരാളെ കബറിൽ മറ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്ത പക്ഷം അത് ഓരോ മണ്ണിനനുസരിച്ച്, ഓരോ സ്വഭാവത്തിനനുസരിച്ച്, ഓരോ നാട്ടിലും ഓരോരോ ടൈപ്പ് മണ്ണുണ്ടാവുക. അപ്പൊ ചില ഭാഗത്തൊക്കെ 10 കൊല്ലോ 20 കൊല്ലോ 30 കൊല്ലോ അങ്ങനെയൊക്കെ ഉള്ളതാണ് ഉണ്ടാവുക. അങ്ങനെയാണ് അതിന്റെ കണക്ക്. അല്ലാതെ 40 കൊല്ലോ 50 കൊല്ലോ ഒന്നും ഇല്ല കേട്ടോ. ഇതിപ്പോ പഴയൊരു കുട്ടിക്കബറാണ്. ഇതിന്റെ ഉള്ളിൽ ഒന്നുമില്ല. ഇതൊക്കെ എല്ലുകളും ഒക്കെ ദ്രവിച്ച് മണ്ണോട് മണ്ണായി ഇതിന്റെ ഉള്ളിലൊക്കെ. പിന്നെ ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടാവും. ഉമ്മന്റെ കബറിൽ വേറെ ആളെ ഭാര്യന്റെ കബറിൽ ഭർത്താവിനെ മറയണം, ഭർത്താവിന്റെ കബറിൽ ഭാര്യനെ മറയണം എന്നൊക്കെയുള്ള ഒരു ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് പുതിയ കബറ് കുഴിക്കുക, അതിൽ മറയുക. അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മറ്റുള്ള ആളിലേക്ക് എത്തിച്ചു കൊടുക്കുക. അസ്സലാമു അലൈക്കും.